ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 94. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡോൺ ഗോ, മാർച്ച് 4, 1987. ക്ഷാരബുധൻ 347. പ്രകാശോജ്വലമായ പാതയിൽ. മക്കളെ, ഞാൻ നിങ്ങൾക്കായി തുറന്നുവെച്ച പാതയിലൂടെ നിങ്ങൾ എന്നെ പിന്തുടരുക. അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പാതയാകുന്നു അത്. ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്ന മാനസാന്തരം എൻ്റെ തിരുക്കുമാരൻ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ ആഹ്വാനം ചെയ്യുന്ന അതേ മാനസാന്തരം തന്നെയാണ്. പൈശാചികത്വത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും പാപത്തിൻ്റെയും വഴികളിൽ നിന്ന് നിങ്ങളെ തന്നെ പിന്തിരിപ്പിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിനും ദൈവ നിയമങ്ങൾക്കും എതിരായി ശബ്ദമുയർത്തുകയും അബദ്ധധാരണകൾ പ്രചരിപ്പിക്കുകയും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ എത്രയെത്ര പാവപ്പെട്ട മക്കളാണ് പാപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അക്രമാസക്തിയുടെയും സ്വാർത്ഥതയുടെയും അശുദ്ധിയുടെയും അലകളിൽപ്പെട്ട് ഉഴലുന്നത്. കടുത്ത പാപങ്ങൾ നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. നിങ്ങളുടെ ആത്മാക്കളിൽ നിന്നും പ്രസാദ ജീവൻ എടുത്തുകളയുന്നു. നിങ്ങളെ തിന്മയുടെയും ഭോഗാസക്തിയുടെയും അടിമകളാക്കി തീർക്കുന്നു. പ്രലോഭനങ്ങളെ എതിർക്കുവാനുള്ള ശക്തി ക്ഷയിപ്പിക്കുന്നു. സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സാധ്യത ഉളവാക്കി കൊടുക്കുന്നു. അങ്ങനെ നിങ്ങളെ അഹങ്കാരവും സ്വാർത്ഥതയും ഭോഗാസക്തിയും ഭക്തിരാഹിത്യവും എന്നുവേണ്ട എല്ലാ തിന്മകളും പ്രചരിപ്പിക്കാനുള്ള ഒരു കരുവാക്കി തീർക്കുന്നു. അതിനാൽ നിങ്ങൾ അനുരഞ്ജനത്തിൻ്റെ സത്യപ്രതിജ്ഞയുമായി ധൈര്യത്തോടും ശക്തിയോടും കൂടെ നന്മയിലും ദൈവിക പ്രസാദവരത്തിലും വിശുദ്ധിയിലും നടന്നു നീങ്ങുവിൻ. എൻ്റെ എല്ലാ മക്കളും മനസാന്തരപ്പെട്ട് ദൈവവചനത്തിൽ വിശ്വസിച്ച് അതിനനുസൃതം ജീവിച്ച് സുവിശേഷ ജ്ഞാനത്തിലൂടെ നയിക്കപ്പെടുവാൻ ഇടവരട്ടെ. ഇതാണ് അനുരഞ്ജനത്തിൻ്റെ ദിനങ്ങൾ, പ്രതീക്ഷയുടെയും കാരുണ്യത്തിൻ്റെയും പ്രസാദവരത്തിൻ്റെയും ദിനങ്ങൾ. 1. ആന്തരിക പ്രായശ്ചിത്തം. നിങ്ങളെ തന്നെ അറിയുന്നതിനും വികാരങ്ങളെ മെരുക്കിയെടുത്ത് എളിമയിലും പുണ്യത്തിലും വളർന്ന് എൻ്റെ പദ്ധതി സുഗമമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ചിലപ്പോഴെല്ലാം അമ്മയ്ക്കടുത്ത എൻ്റെ വിളിയോടുള്ള നിസ്സഹകരണം കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട്. അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ ഹോമിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. നിങ്ങളെ കൂടാതെ എൻ്റെ പരിത്രാണ പ്രവൃത്തി സഫലീകരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. 2. ദിവസേനയുള്ള നിങ്ങളുടെ മൗനവും പ്രായശ്ചിത്തവും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതം മാത്രം നിറവേറ്റി എളിമയോടും വിശ്വാസത്തോടും കൂടെ നിങ്ങളുടെ കടമകൾ പൂർണ്ണമായി നിർവഹിക്കുന്നതിലൂടെയാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ സഹിക്കുവാനും സഹനങ്ങളെ അർപ്പിക്കുവാനും എത്രയെത്ര അവസരങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. നിങ്ങളുടെ പുഞ്ചിരി, ശാലീനത, ശാന്തത, ക്ഷമ, ദൈവത്തിൽ നിന്നും ലഭിക്കുന്നവയെല്ലാം സ്വീകരിക്കുന്നതിനും അർപ്പിക്കുന്നതിനുമുള്ള സന്മനസ് എന്നിവ നിങ്ങളുടെ മൗന സഹനങ്ങളാണ്. ഇവ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം മൂല്യം നൽകും. 3. ബാഹ്യമായ പ്രായശ്ചിത്തം. ഈ പ്രായശ്ചിത്ത പ്രവൃത്തി നിങ്ങളുടെ ഭോഗാസക്തി നിയന്ത്രിക്കുന്നതിനും പഞ്ചേന്ദ്രിയങ്ങളെ, പ്രത്യേകമായി കണ്ണുകളെ, നാവിനെ, കേൾവിയെ, രുചിയെ തിന്മയ്ക്കെതിരെ കാത്തു സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. നിന്നെ വലയം ചെയ്യുന്ന ഇരുളിൻ്റെ വഴികളെയും തെരുവുകളിൽ കാണുന്ന അശ്ലീലങ്ങളെയും നിന്റെ ശ്രദ്ധയിൽ നിന്ന് അകറ്റുക. നിന്റെ ആത്മാവിൻ്റെ വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കുന്നതിനും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും കൂടുതൽ സമയം ലഭിക്കുന്നതിനും ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് നീ കഴിയുന്നത്ര അകലുക. നിന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ കരുത്തുള്ളവനായിത്തീരുക. എങ്കിൽ മാത്രമേ നിനക്ക് പുറമേയുള്ളവയിൽ നിന്നും മൗനം അവലംബിക്കുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. വിനീതരായി മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ നിന്നും പിറുപിറുക്കുന്നതിൽ നിന്നും നിന്റെ അന്തസ്സിന് ചേരാത്ത എല്ലാവിധ സംസ്കാരങ്ങളിൽ നിന്നും നീ അകലുക. അങ്ങനെ നിന്നെ തന്നെ നിത്യനാശത്തിൽ നിന്ന് ഒഴിവാക്കുക.
നിന്റെ കാതുകളും മനസ്സും ഇന്നത്തെ ശബ്ദമയമായ ചുറ്റുപാടുകളിൽ നിന്ന് അകറ്റി നിർത്തുക. കാരണം അവ സങ്കീർണതകളുടെയും വരൾച്ചയുടെയും മാനസിക തളർച്ചയുടെയും വക്കിലേക്കാണ് നിന്നെ വലിച്ചിഴയ്ക്കുക. നിനക്ക് സന്തോഷം പകരുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണത്തോടുള്ള നിന്റെ അമിത പ്രിയത്തെ നിയന്ത്രിക്കുക. എൻ്റെ തിരുക്കുമാരൻ്റെ സുവിശേഷത്തിൻ്റെ താളുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശാരീരിക നിഗ്രഹത്തിനായി നിരാഹാരം അനുഷ്ഠിക്കുക. ഞാൻ കാണിച്ച ഈ വഴികളിലൂടെ ചരിക്കുകയാണെങ്കിൽ നിന്റെ ഓരോ ദിവസവും ദൈവാനുഗ്രഹം നിറഞ്ഞതായിരിക്കും. അത് നിന്റെ ഹൃദയത്തിന് സമാധാനവും ആത്മാവിന് ശുദ്ധതയും പ്രദാനം ചെയ്യും. നിങ്ങൾ ജീവിക്കുന്ന വചനങ്ങളായി രൂപാന്തരപ്പെടും. അങ്ങനെ ലോകത്തെ മുഴുവൻ ആവരണം ചെയ്യുന്ന അന്ധകാരത്തെ നിങ്ങളുടെ സാന്നിധ്യം പ്രകാശമയമാക്കും. മാനസാന്തരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പ്രകാശമാനമായ വഴിത്താരയിൽ ഞാൻ നിങ്ങളെ എപ്പോഴും നയിക്കും. ഡോൺ ഗോ, ഏപ്രിൽ 16, 1987, ഹോളി തേഴ്സ്ഡേ. 348. ഈശോയോടൊപ്പം ഗെത്സമനിയിൽ പ്രവേശിക്കുക. എൻ്റെ വിമല ഹൃദയമാകുന്ന പരിശുദ്ധ ആവൃത്തിയിൽ വേദനാജനകമായ ഈ മണിക്കൂറുകൾ യേശുവുമായുള്ള അവഗാഢ ബന്ധത്തിൽ നിങ്ങൾ വസിക്കുക. ഇത് യേശുവിൻ്റെ പെസഹായാകുന്നു. ഇത് നിങ്ങളുടെയും പെസഹായാണ്. ഇന്ന് കുർബാന, തിരുപ്പട്ടം എന്നീ കൂദാശകളുടെ സ്ഥാപന ദിനമാണെന്ന കാര്യം ഓർക്കുക. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പദ്ധതിയിൽ 12 അപ്പസ്തോലന്മാരോടൊപ്പം പ്രിയ മക്കളെ നിങ്ങളും സന്നിഹിതരായിരുന്നു. വൈദികരുടെ ഏറ്റവും വലിയ ദിവസമാകുന്നു ഇന്ന്. നിങ്ങൾ വൈദിക പട്ടം സ്വീകരിച്ച ദിവസത്തിൽ എടുത്ത വാഗ്ദാനം പുതുക്കുവാൻ നിങ്ങളുടെ അധികാരിയായ മെത്രാന് ചുറ്റും നിങ്ങൾ കൂടിയിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വസ്തതയുടെ വാഗ്ദാനം പുതുക്കുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇന്ന് ക്ഷണിക്കുകയാണ്. യേശുവിനോടൊപ്പം അവിടുത്തെ വചനത്തോടും നീ വിശ്വസ്തനായിരിക്കുക. പരിശുദ്ധ പിതാവിനോടും തൻ്റെ തിരുസഭയിലോടും നീ വിശ്വസ്തത പുലർത്തുക. എല്ലാ കൂദാശകളുടെയും പരിശുദ്ധ പരികർമ്മത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെയും അനുരഞ്ജനത്തിൻ്റെ കൂദാശയുടെയും പരികർമ്മത്തിൽ നീ വിശ്വസ്തത പുലർത്തുക. നിങ്ങൾ വാഗ്ദാനം ചെയ്ത ബ്രഹ്മചാര്യത്തിൻ്റെ കടമകൾ നിർവിഘ്നം പാലിക്കുക. പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിലും ഉപവിയുടെ പാലനത്തിലും നിങ്ങൾ വിശ്വസ്തത പുലർത്തുക. അപ്പോൾ നിങ്ങളുടെ സഹോദരനായ ഈശോയുടെ ദിവ്യഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം വിശ്വാസ വഞ്ചനയും അവൻ്റെ ഉപേക്ഷിക്കപ്പെടലും ഇന്നും നവീകരിക്കപ്പെടുകയാണ്. യേശുവിനോടൊപ്പം നിങ്ങൾ ഗെത്സമനിയിൽ പ്രവേശിക്കുക. യേശുവിൻ്റെ കരവലയങ്ങൾക്കുള്ളിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുക. നിങ്ങളെ അഗാധമായി സ്നേഹിച്ച ആ ഹൃദയത്തിൻ്റെ വ്യഥ, പാപത്താലും വെറുപ്പാലും തകർന്നിരിക്കുന്ന അവിടുത്തെ അപ്പോൾ നിങ്ങൾ കൂടുതലായി അറിയും. ആശ്വാസത്തിനായി കേഴുന്ന ആ ഹൃദയം ഒരിടത്തും ആശ്വാസം കാണുന്നില്ല. തൻ്റെ 3 പ്രിയ ശിഷ്യന്മാരെ ആ ഹൃദയം തേടി, പക്ഷേ അവർ ഉറങ്ങുകയാണ്. മറ്റുള്ളവർ തന്നിൽ നിന്ന് വളരെ വിദൂരത്തിലാണ്. സ്നേഹിതനായി നടിച്ചുകൊണ്ട് തൻ്റെ പ്രിയ ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുത്തു. തൻ്റെ പ്രത്യേക സ്നേഹത്തിന് പകരമായി തനിക്ക് ലഭിച്ചത് നിന്ദനവും നിഷേധവുമാണ്. തൻ്റെ കൈപ്പേറിയ പാനപാത്രം ഒന്ന് രുചിക്കുവാൻ നമ്മുടെ ചുണ്ടുകൾ അവിടുത്തെ ചുണ്ടുകളോട് അടുപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, രക്തത്തുള്ളികൾ തൻ്റെ വിശുദ്ധ ശരീരത്തിൽ നിന്ന് ഒഴുകുമാറ് പിതാവിൻ്റെ നീതി എത്രമാത്രം സഹനങ്ങളാണ് യേശുവിൽ ചുമത്തുവാൻ തിരുമനസ്സായതെന്ന്. ക്രിസ്തുവിൻ്റെ വേദനാജനകമായ ആന്തരിക വ്യഥയുടെ നിമിഷങ്ങളിൽ നിന്റെ പ്രാർത്ഥന, മൃദുവായ തലോടലും പുരോഹിതനെന്ന നിലയിലുള്ള നിന്റെ സ്നേഹം, തൻ്റെ തിരുരക്തത്തെ ഒപ്പിയെടുക്കുന്ന ദയാമസൃണമായ കരങ്ങളും, നിന്റെ വിശ്വസ്തത അവിടുത്തേക്ക് ആശ്വാസവും, നിന്റെ കടമയുടെ പൂർണ്ണമായ നിർവഹണം അവിടുത്തെ കൂട്ടായ്മയ്ക്കും, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നിന്റെ ദാഹം അവിടുത്തെ ദാഹം ശമിപ്പിക്കുവാനുള്ള ജലവും, നിന്റെ ശുദ്ധത, വിനയം, എളിമ എന്നിവ അവിടുത്തെ തിരുമുറിവുകൾക്ക് തൈലവും ആകട്ടെ. യേശുവിനോടൊപ്പം ഗെത്സമനിയിൽ പ്രവേശിക്കുക. ഓരോ നിമിഷവും അത് പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിധത്തിൽ മാത്രമേ നിന്റെ പൗരോഹിത്യത്തെ വിശുദ്ധീകരിക്കുവാനും രക്ഷപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ഈ വിധത്തിൽ മാത്രമേ നിനക്ക് വിഷം കലർന്ന ഭക്ഷണ പദാർത്ഥത്തെ വിഷത്തെ നീക്കുന്ന ഉപ്പ് പോലെ പ്രവർത്തിക്കാനാവുകയുള്ളൂ. തിരുസഭയെയും മനുഷ്യകുലത്തെ തന്നെയും വലയം ചെയ്തിരിക്കുന്ന ഇരുണ്ട രാത്രിയെ പ്രകാശിപ്പിക്കുവാൻ, പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന വിളക്ക് പോലെ പ്രവർത്തിക്കുവാൻ ഈ വിധത്തിൽ മാത്രമേ നിനക്ക് സാധിക്കൂ.
ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ ആഗമന ദിനത്തെ പ്രഘോഷിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇന്ന് നിങ്ങൾക്ക് സാക്ഷികളായി തീരാം. ഡോൺ ഗോ, ഏപ്രിൽ 17, 1987, ഗുഡ് ഫ്രൈഡേ, 349. ഈ യുഗത്തിൻ്റെ കാൽവരിയിൽ. പ്രിയ മക്കളെ, ഈ യുഗത്തിൻ്റെ കാൽവരിയിൽ എന്നോടൊപ്പം കയറുക. എൻ്റെ മകൻ്റെ രക്തപങ്കിലമായ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഹൃദയസ്പർശക്കായ ഈ നിമിഷങ്ങളിൽ ദുഃഖപൂരിതമായ ഈ അമ്മയോടൊപ്പം നിങ്ങൾ ജീവിക്കുക. നിങ്ങളും അവൻ്റെ സഹനത്തിൽ ഭാഗവാക്കുകളാവുക. എൻ്റെ മകനെ ഒറ്റിക്കൊടുത്തതും തള്ളിപ്പറഞ്ഞതും വിധിയും മരണമൊഴിയും നിങ്ങളുടെ ആത്മാക്കളിൽ നിങ്ങൾ വീണ്ടും ജീവിക്കുക. പീലാത്തോസിൻ്റെ അരമനയിൽ അധികാരികളുടെ തെറ്റായ വിധിയും മരണമൊഴിയും ദുഃഖത്തിൻ്റെ പാരമ്യത്തെ എടുത്തു കാണിക്കുന്നു. പീലാത്തോസിൻ്റെ അരമനയിലേക്ക് നയിച്ച് മുൾമുടി ധരിപ്പിച്ചും ചമ്മട്ടി കൊണ്ടടിച്ചും ദുഷ്കീർത്തി പ്രചരിപ്പിച്ചും ഒടുവിൽ കഴുമരത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ക്രൂശിക്കാൻ വട്ടമൊരുങ്ങുന്ന ഈ വേളയിൽ അവിടുത്തെ പിന്തുടരുക. ഈ വേദനകളെല്ലാം ഒരിക്കൽ കൂടി നിങ്ങൾ എന്നോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുക. എന്നോടൊപ്പം കാൽവരി കയറുക. ക്രിസ്തുവിൻ്റെ പീഡാനുഭവം ഈ യുഗത്തിലും എത്രമാത്രം പ്രസക്തമാണെന്നും ആവർത്തിക്കപ്പെടുന്നുവെന്നും അത് നിങ്ങളെ മനസ്സിലാക്കി തരും. ഈ യുഗത്തിൻ്റെ കാൽവരിയിൽ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരിലും ക്രിസ്തു വീണ്ടും പരിത്യക്തനാകപ്പെടുകയാണ്. കാരണം ഞങ്ങളെ ഭരിക്കുവാൻ അവനെ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞ യഹൂദരുടെ തുല്യരാണ് അവർ. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആത്മാക്കളുടെ എണ്ണം ഇന്ന് എത്രയോ അധികം. ഈ നൂറ്റാണ്ടിൻ്റെ കാൽവരിയിൽ തങ്ങളുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത ചുമതലകളോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ യേശു വീണ്ടും ഒറ്റിക്കൊടുക്കപ്പെടുകയാണ്. സാത്താനാൽ നയിക്കപ്പെടുന്നതിനും അവൻ്റെ പൈശാചിക പ്രവർത്തനങ്ങൾക്ക് അടിമകളായി തീരുന്നതിനും അവർ തങ്ങളെ തന്നെ അനുവദിക്കുന്നു. അങ്ങനെ അവർ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും സുഖഭോഗങ്ങളുടെയും തിന്മയുടെയും വെറുപ്പിൻ്റെയും വഴികളിലൂടെ നടക്കുന്നു. തിരുസഭയിൽ നിന്നും വിശ്വാസത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും വഴികളിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്ന വൈദികരാലും ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടുകയാണ്. അവരെ മാത്രമല്ല മറ്റു വിശ്വസ്തരായ ആത്മാക്കളെയും തിന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ കാൽവരിയിൽ യേശു വീണ്ടും തൻ്റെ ശിഷ്യന്മാരാൽ പരിത്യക്തനാവുകയാണ്. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ തനിക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല. അവർക്ക് അഭിമാനക്ഷതം വന്നേക്കുമെന്നുള്ള ഭയത്താൽ അവർ വിളിച്ചു പറയുകയാണ്, ഞാൻ അവനെ അറിയുകയില്ല. ശുദ്ധതയ്ക്കെതിരായ പാപങ്ങളാലും മനുഷ്യവ്യക്തിയുടെ അന്തസ്സിന് ചേരാത്ത പാപങ്ങളാലും ഈശോ ഇന്നും ചമ്മട്ടിയടി ഏൽക്കുകയാണ്. വിശ്വാസത്തിനെതിരായ അബദ്ധധാരണകളാലും അന്തസ്സിന് ചേരാത്ത പാപങ്ങളാലും ഈശോ വീണ്ടും മുൾമുടി ധരിപ്പിക്കപ്പെടുകയാണ്. ഈ യുഗത്തിൻ്റെ കാൽവരിയിൽ തങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ജീവൻ അപഹരിക്കപ്പെട്ട അനേകം ശിശുക്കളിലൂടെ ഇന്നും ഈശോ ക്രൂശിക്കപ്പെടുകയാണ്. പാവപ്പെട്ടവരിലും ചൂഷണം ചെയ്യപ്പെട്ടവരിലും ക്ഷീണിതരിലും മറ്റുള്ളവരാൽ പീഡിതരിലും ഈശോ ക്രൂശിതനാവുകയാണ്. മരണവേദന അനുഭവിക്കുന്നവരിലും രോഗികളുടെ കഷ്ടതയിലും തൻ്റെ കുരിശുമരണം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. നിന്റേതാകുന്ന ഈ യുഗത്തിൻ്റെ കാൽവരിയിൽ ക്രൂരവും ഐക്യമില്ലാത്തതുമായ ഈ യുഗത്തിൽ ഈശോയുടെ രക്തപങ്കിലമായ പങ്കപ്പാടുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. പക്ഷേ ഈ യുഗത്തിൻ്റെ കുരിശിൻ കീഴിലും നിങ്ങളുടെ വ്യാകുലം നിറഞ്ഞ അമ്മ എന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാനെ പോലെ നിങ്ങളും എന്നോടൊപ്പം കുരിശിൽ എന്നോടൊത്ത് നിൽക്കുവിൻ. കുരിശിൽ നിന്നെടുക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് സ്വീകരിക്കാം. ഭക്തിയാലും സ്നേഹത്താലും അവിടുത്തെ ചുറ്റും നിൽക്കാം. സാത്താനാലും വെറുപ്പിൻ്റെയും മരണത്തിൻ്റെയും ഇരുട്ടിനാലും കറുത്ത ഈ യുഗത്തിൻ്റെ കഠിനവും തണുത്തുറഞ്ഞതുമായ പാറയിൽ നിന്ന് വെട്ടിയ ആ ഒഴിഞ്ഞ കുടീരത്തിലേക്ക് നമുക്ക് അവിടുത്തെ കിടത്താം. പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും വിശ്വാസത്തിലും നമുക്ക് കാത്തിരിക്കാം. അവൻ്റെ മഹത്വപൂർണ്ണമായ മടങ്ങിവരവിൻ്റെ ഉറപ്പും വിശ്വാസവും നൽകുന്ന കത്തുന്ന ദീപമായ നിങ്ങളുടെ വ്യാകുല മാതാവായ എൻ്റെ അരികിൽ നിങ്ങൾ നിത്യം കാത്തു നിൽക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഒരു ദിവസം കൂടി ഈ വായന ശ്രവിക്കുവാൻ ഇടയാക്കി. ഈ വായനയിലൂടെ നമ്മളെല്ലാം ഒരൊറ്റ കുടുംബമായി തീരുകയാണ്.
പരിശുദ്ധ അമ്മ നായികയായിട്ടുള്ള വലിയ സൈന്യത്തിൻ്റെ ഒരു ഭാഗമായി നിങ്ങളെല്ലാവരും മാറുകയാണ്. ഈ സൈന്യത്തിൽ നമുക്ക് അണിചേരാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ ഗൂഗിളിൽ നിന്നും നമുക്ക് മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നതാണ്. ആ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല നമ്മൾ കൈകളിൽ എടുത്തുകൊണ്ട് അമ്മയുടെ നീലക്കാപ്പയുടെ കീഴിൽ നമ്മെ തന്നെ നിർത്തിക്കൊണ്ട് അമ്മയോട് ചേർന്ന് ഈശോയിലേക്ക് നമുക്ക് വളരാം. ഈശോ വഴി പിതാവിൻ്റെ പക്കലേക്ക് നമുക്ക് എത്താം. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ പ്രിയ മണവാട്ടിയായി കണ്ടുകൊണ്ട് ആ അമ്മയെ നമുക്ക് നൽകിയിരിക്കുന്നു. ആ അമ്മയുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന.